അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിൻ്റെ തജ്വീദ് 5ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസുൽ ഖാമിസു അൽ ഇഖ്ലാബ്. സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ബാ അടുത്ത് വന്നാൽ നൂനിനെയും തൻവീനിനെയും മീമാക്കി മറിച്ചു മണിച്ച് ഉച്ചരിക്കണം. ഇതിന് ഇഖ്ലാബ് എന്ന് പറയപ്പെടുന്നു. നൂനിൻ്റെയും തൻവീനിൻ്റെയും സ്ഥാനത്ത് മീമാണെന്ന് സങ്കല്പിച്ച് വേണം നമ്മൾ ഉച്ചരിക്കാൻ. ഉദാഹരണം, സുക്കൂനുള്ള നൂന് അൻ ബി ഹും എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മളെങ്ങനെ വായിക്കും? അംബി ഹും. അൻ ബൂരിക്ക എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മളെങ്ങനെ വായിക്കുക? അംബൂരിക്ക. ഇനി തൻവീൻ്റെ ഭാഗം നോക്കാം. സമീഉൻ ബസീർ. സമീഉൻ ബസീർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മൾ സമീഉൻ ബസീർ എന്ന് വായിക്കും. മീമിൻ്റെ സൗണ്ടാണ് കൊടുക്കുക. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. അജിബ്. ഇഖ്ലാബ് എന്നാൽ എന്ത്? സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ബാ അടുത്ത് വന്നാൽ നൂനിനെയും തൻവീനിനെയും മീമാക്കി മറിച്ചു മണിച്ച് ഉച്ചരിക്കണം. ഇതിന് ഇഖ്ലാബ് എന്ന് പറയപ്പെടുന്നു. അടുത്തത്, താഴെ പദങ്ങളിൽ ഇഖ്ലാബ് ചെയ്ത് ഉച്ചരിക്കേണ്ട പദങ്ങൾ തിരഞ്ഞെടുത്ത് കോളത്തിൽ എഴുതുക. ആദ്യത്തെ പദം നോക്കി. ലയുംബദന്ന. ഇഖ്ലാബിൻ്റെ അക്ഷരം ബാ മാത്രമാണ്. ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ബാ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇഖ്ലാബ് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തത് യൻസുർക്കും. ഇതിൽ സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇഖ്ലാബ് ചെയ്യില്ല. മൂന്നാമത്തത് അലീമും ബിമാ കാനു. തൻവീനിന് ശേഷം ബാ വന്നിരിക്കുന്നു. ഇതും ഇഖ്ലാബ് ചെയ്യപ്പെടും. 4. മംബഅസന. സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നു. അതുകൊണ്ട് ഇഖ്ലാബ് ചെയ്യും. അടുത്തത് മിൻ ഖൗഫിൻ. സുക്കൂനുള്ള നൂനിന് ശേഷം ഹ ആണ് വന്നത്. അതുകൊണ്ട് ഇഖ്ലാബ് ചെയ്യില്ല. ആറാമത്തത് അംബിയാഇ. സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നു. അതുകൊണ്ട് ഇഖ്ലാബ് ചെയ്യപ്പെടും. ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? നമുക്ക് സുക്കൂനുള്ള നൂനിന് ശേഷമോ തൻവീനിന് ശേഷമോ ബാ വന്നാൽ ഇഖ്ലാബ് ചെയ്യണം. പാഠഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.